അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജ്ജ് ഉംറ എന്ന് കേൾക്കുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് കയറി ചെല്ലുന്നത് പരിശുദ്ധ കഅബയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ആദ്യമായി മലക്കുകളെ കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു ഭവനമാണ് കഅബ എന്നുള്ളത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത്, ഇന്ന അവ്വല ബൈത്തിൻ ഉദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകം വഹുദൽ ലിൽ ആലമീൻ. മനുഷ്യന്മാർക്ക് ഭൂമിയിൽ ഉണ്ടാക്കപ്പെട്ട ആദ്യത്തെ ഭവനമാണ് വിശുദ്ധ കഅബ എന്നുള്ളത്. അത് ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ മലക്കുകളെ കൊണ്ട് അല്ലാഹു തആല നിർമ്മിച്ച ഒരു ഭവനമാണ്. ആ ഭവനത്തിലേക്ക് എല്ലാവരും ഉദ്ദേശിച്ച് ചെല്ലുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഉംറ ചെയ്യുന്നു. അത് ലോക മുസ്ലിമുകളുടെ പ്രതിലയാണ്. അപ്പോൾ അതാണ് മെയിനായി നമ്മുടെ മനസ്സിൽ ഹജ്ജ് ഉംറ എന്ന് പറയുമ്പോൾ വരുന്നത്. വലില്ലാഹി അലന്നാസ് ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ആരാണ് ഹജ്ജ് ചെയ്യേണ്ടത്? അതെനിക്ക് സാധിക്കുന്ന ആള് ആണ് ഹജ്ജ് ചെയ്യേണ്ടത്. സാധ്യത 3 നിലക്കാണ്. ഒന്ന്, ശരീരത്തിൽ ആരോഗ്യമുണ്ടായിരിക്കുക. രണ്ടാമത്തത് അതായത് സാമ്പത്തികമായി അതെനിക്ക് തയ്യാറെടുപ്പുണ്ടാവുക. അതുപോലെ തന്നെ വഴിയാൻ. അപ്പൊ ഹജ്ജ് ഉംറ എന്നുള്ളത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമാണ് നിർബന്ധമായ കാര്യം. അതാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഉംറത്തു ഇലൽ ഉംറ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ഉംറ മറ്റൊരു ഉംറ വരെയുള്ള ആ സമയം കഫാറത്തു ലിമാ ബൈനഹുമാ, രണ്ടിന്റെ ഇടയിലുള്ള ദോഷങ്ങളെ പൊറുപ്പിക്കുന്നതാണ്. വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകാര്യയോഗ്യമായ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നില്ല എന്ന. അൽ ഹജ്ജ് റുക്നുൻ മിൻ അർക്കാനിൽ ഇസ്ലാം. ഹജ്ജ് എന്നുള്ളത് ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണ്. വഅഫ്ദലുൽ ഇബാദാത്തി ബഅദ സ്വലാത്തി വസിയാം. നോമ്പും നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഹജ്ജ് എന്നുള്ളത്. ശറാഇൽ ഖദീമ, മുൻകാലത്തുള്ള ഒരു ശരീഅത്ത് നിയമങ്ങൾ, ദീനീ ചിട്ടകളിൽപ്പെട്ട ഒന്നാണ് ഹജ്ജ് എന്നുള്ളത്. ആദം നബി തൊട്ടുള്ള എല്ലാ പ്രവാചകന്മാരും എല്ലാവരും ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഫമാമിൻ നബിയിൻ ഇല്ലാ ഹജ്ജ. ഒരു നബിയും ഇല്ല ഹജ്ജ് ചെയ്തിട്ടല്ലാതെ. ആദം നബി അലൈഹിസ്സലാം, അതാണ് അന്ന ആദം അലൈഹിസ്സലാം ഹജ്ജ 40 ഹജ്ജത്തൻ മിനൽ ഹിന്ദി മാഷിയ. ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിൽ നിന്ന് 40 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. നടന്നുകൊണ്ട്, മാഷിയൻ നടന്നുകൊണ്ട് 40 ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന ജിബ്രീല ഖാല ലഹു, ജിബ്രീൽ അലൈഹിസ്സലാം ആദം നബിയോട് പറഞ്ഞു, ഇന്നൽ മലായികത കാനു യതൂഫൂന ഖബ്ലക ബിഹാദൽ ബൈത്തി 7000 സന. മലക്കുകൾ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നിശ്ചയമായ മലക്കുകൾ നിങ്ങൾക്ക് മുമ്പ്, ആദം നബിയോട് പറയാൻ, നിങ്ങൾക്ക് മുമ്പ് 7000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ കഅബാലയം ചുറ്റുന്നുണ്ട്, തവാഫ് ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റക്ക് മുമ്പ് ഒരുപാട് ഹജ്ജുകൾ ചെയ്തിട്ടുണ്ട്. ഹിജ്റയുടെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാ, ഒരു ഹജ്ജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഹജ്ജ് എന്നുള്ളത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം നിർബന്ധമായ അതിമഹത്തായ ഒരു കാര്യമാണ്. അല്ലാഹു തആല നമുക്ക് ഹജ്ജ് ഉംറ ചെയ്യുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുവാനും അല്ലാഹു ഭാഗ്യം നൽകട്ടെ.